ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷൂസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. വൈകിട്ട് ചായക്കടിയായി ബേക്കറി പലഹാരങ്ങൾ കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഹെൽത്തിയും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ളൊരു കിടിലം ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ക്യാരറ്റ് ആണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം വേണ്ടി വരും. ഇനി ഈ ക്യാരറ്റ് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ക്യാരറ്റ് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ അരഞ്ഞു കിട്ടണമെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ്, 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ഇനി ഇതിലേക്ക് ഒരു 5 മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതെല്ലാം കൂടി നന്നായി അടിച്ചെടുക്കാം. അപ്പോഴിതാ നല്ല പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചെറിയൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നാൽ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച ആ ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞാൽ ഇതിന് മുകളിലായി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റേസിൻസും ബദാമാണ് ഇട്ട് കൊടുത്തത്. ഇതിട്ട് കൊടുത്ത ശേഷം മൂടിക്കൊടുത്ത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ 35 മിനിറ്റാണ് വെച്ചത്. അപ്പോഴിതാ ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുത്ത ശേഷം 5 മിനിറ്റ് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.